ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് പഴം കട്ടിയിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇത് സാധാരണ നമ്മുടെ കണ്ണൂരൊക്കെ നമ്മൾ കർക്കിടക മാസത്തിൽ വാവിന് അകത്ത് വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ കർക്കിടകത്തിലും തുലാമാസത്തിലും ചെയ്യാറുണ്ട്, എന്നാലും കർക്കിടക വാവിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഈ ഒരു കർക്കിടക വാവിൻ്റെ ദിവസം ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കും, സദ്യവട്ടങ്ങൾ ഉണ്ടാവും. അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള പായസങ്ങൾ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ആ പായസത്തിൻ്റെ കൂട്ടത്തിൽ ഒരു കട്ടിയായിട്ടുള്ള ഒരു പായസം എന്നാണ് ഞാനിതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ പഴം കട്ടിയിലിട്ടത് എന്ന് നമ്മളിതിന് പറയും. അപ്പോൾ ഇത് പലതരത്തിലും ഉണ്ടാക്കും, എന്നാലും ഇതൊരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നമുക്ക് ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്ന് പഴം വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നേന്ത്രപ്പഴം, ആവശ്യത്തിന് നേന്ത്രപ്പഴം, ഒത്തിരി പഴുത്ത് ഉടയാത്ത നേന്ത്രപ്പഴം കേട്ടോ, നന്നായിട്ട് പഴുത്ത് തന്നെയാണ്. ഈ നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യിൽ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും ചേർത്ത് അതും ഒന്ന് പഴത്തിനോട് നന്നായിട്ട് ചേർന്ന് വരുമ്പോഴേക്കും ഇതിൽ കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്തു കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകിയത് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരി ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ, വറുത്ത അരി പൊടിച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് അതൊരു നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. അങ്ങനെയാണ് ഇതിന് നമ്മളെ ഈ പഴം കട്ടിയിലിട്ടെന്ന് പറയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.